കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിർദ്ദിഷ്ട തുരങ്കപാതയുടെ ആനക്കാംപൊയിൽ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികളും താൽക്കാലികമായി നിർത്തിവച്ചു. നിർമ്മാണം നടക്കുന്ന ഭൂരിഭാഗം മേഖലയും പാറക്കെട്ടുകളായതിനാൽ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത കുറവാണെന്ന നിഗമനത്തിൽ അധികൃതർ 2 ഷിഫ്റ്റുകളിലായി 300ഓളം തൊഴിലാളികളാണ് നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആനക്കാംപൊയിലെ നിർമ്മാണ പ്രവർത്തികളും താൽക്കാലികമായി നിർത്തിവെച്ചത്. 300-ലധികം വരുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗം ആളുകളും പ്രദേശത്തെ താൽക്കാലിക ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചായിരുന്നു നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നത്. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിലും കാലാവസ്ഥ പ്രതികൂലമാവുകയും ചെയ്തതോടെ തൊഴിലാളികളെ പൂർണ്ണമായും നിർമ്മാണ മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത കുറവാണെന്ന് അധികൃതർ തന്നെ അവകാശപ്പെടുമ്പോഴും നേരിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തുരങ്ക നിർമ്മാണം ആരംഭിച്ച പ്രദേശത്ത് തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി നിർമ്മിച്ച താൽക്കാലിക ക്വാർട്ടേഴ്സുകളിൽ ചില ക്വാർട്ടേഴ്സുകൾക്ക് കീഴിലെ മണ്ണ് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞിറങ്ങാം. ചിലയിടങ്ങളിൽ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. ആദ്യ 4 മാസം കൊണ്ട് തന്നെ ഒരു ടണലിന്റെ നിർമ്മാണം 75 മീറ്ററോളം പൂർത്തിയായിട്ടുണ്ട്. എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചാണ് ബ്ലാസ്റ്റിംഗ് നടത്തി പാറ തുരക്കുന്നത്. തുരന്നെടുക്കുന്ന പാറകൾ സമീപത്ത് താൽക്കാലികമായി തയ്യാറാക്കിയിരിക്കുന്ന ക്രഷർ യൂണിറ്റ് ഉപയോഗിച്ച് മെറ്റലാക്കി മാറ്റുകയും ആ മെറ്റലുകൾ റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ കള്ളാടിയിലെ പോലെ വലിയ മൺകൂനുകളോ പാറക്കൂട്ടങ്ങളോ ഇവിടെയില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.